ആഫ്രിക്കയിലെ ചൈനയുടെ സമുദ്ര ഇടപെടലുകൾ വൻ വിമർശനം ക്ഷണിച്ചു വരുത്തുകയാണ്. ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങളിലൊന്നായ സിയറ ലിയോണയിൽ മത്സ്യബന്ധന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമാണ് ടോംബോ. ഇവിടുത്തെ പ്രധാന വരുമാന സ്രോതസ് മത്സ്യം ഉൾപ്പെടെ കടൽ വിഭവങ്ങളാണ്. ദിവസം 14 മണിക്കൂറോളം സമയം കടലിൽ ചെലവിട്ടാണ് ടോംബോയിലെ ജനങ്ങൾ മത്സ്യബന്ധനം നടത്തുന്നത്. എന്നാൽ തങ്ങൾക്ക് കിട്ടുന്ന മത്സ്യത്തിന്റെ അളവിൽ വൻ കുറവാണ് സംഭവിക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഇതുമൂലം ടോംബോ നിവാസികളെ പട്ടിണിയും ദുരിതവും വേട്ടയാടുന്നു. ചൈന തങ്ങളുടെ കടലിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ദുർഗതി സംഭവിച്ചതെന്ന് തൊഴിലാളികൾ ഇപ്പോൾ പറയുന്നു. ടോംബോയ്ക്ക് സമീപത്തുൾപ്പെടെ സിയറ ലിയോണിന്റെ തീരക്കടലിലും മറ്റും മത്സ്യബന്ധനം നടത്താനുള്ള ലൈസൻസുകളിൽ 40% ചൈനീസ് കമ്പനികൾക്കാണ്. നിസ്സാരമായ ഫീസ് നൽകിയാണ് ചൈനീസ് മത്സ്യബന്ധന കമ്പനികൾ ഈ ലൈസൻസ് സ്വന്തമാക്കിയതെന്ന് ആരോപണമുയരുന്നു. അതിനാൽ തന്നെ അതിശക്തമായ ചൈന വിരുദ്ധ വികാരം സിയറ ലിയോണയിലും ആഫ്രിക്കയിലും ഉയരുന്നു. ആഫ്രിക്കയിൽ ചൈന വൻതോതിൽ നിക്ഷേപങ്ങളും സംരംഭങ്ങളും കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചൈനീസ് ചൂഷണങ്ങൾക്കെതിരെ ആഫ്രിക്കയിൽ നിരവധി സ്ഥലത്തു നിന്നാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്. വമ്പൻ സന്നാഹങ്ങളുമായി വരുന്ന ചൈനീസ് ട്രോളിംഗ് യാനങ്ങൾ വൻ രീതിയിലാണ് മത്സ്യബന്ധനം നടത്തുന്നത്. സിയറ ലിയോൺ തീരങ്ങളിൽ നടത്തുന്ന മത്സ്യബന്ധനത്തിന്റെ 70% ഈ രീതിയിലായി മാറുകയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. അനധികൃത മത്സ്യബന്ധനം സിയറ ലിയോണയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആഫ്രിക്കയിൽ ഗാംബിയ, ജിനി, ബിസൗ, സെനഗൽ, മൗറിട്ടാനിയ എന്നീ രാജ്യങ്ങൾക്കെല്ലാം കൂടി $230 കോടി നഷ്ടം ഒറ്റ വർഷത്തിൽ അനധികൃത മത്സ്യബന്ധനം മൂലം ചൈന ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയുടെ ഈ രീതിയിലുള്ള മത്സ്യബന്ധനം തുടർന്നാൽ ആഫ്രിക്കൻ തീരങ്ങൾ പാപ്പരാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ ചൈനീസ് തീരത്തിനടുത്തുള്ള പസഫിക് സമുദ്രമായ തെക്കൻ ചൈന കടലിലും ചൈന വൻതോതിൽ മത്സ്യബന്ധനം നടത്തുന്നത് മത്സ്യസമ്പത്തിന് നാശമുണ്ടാക്കുന്നെന്ന ആരോപണം വളരെ കാലമായുണ്ട്. തൈവാൻ സ്ഥിതി ചെയ്യുന്ന അതീവ നയതന്ത്ര പ്രാധാന്യമുള്ള മേഖലയാണ് തെക്കൻ ചൈന കടൽ. മത്സ്യബന്ധനം കൂടാതെ സൈനിക വിന്യാസങ്ങളും ചൈന ഇവിടെ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പാലങ്ങളും കൃത്രിമ ദ്വീപുകളുമൊക്കെ നിർമ്മിച്ചു. ഇതിനായുള്ള ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങളും മറ്റും സമുദ്രമേഖലയെ ആഴത്തിൽ ബാധിക്കുന്നുണ്ടെന്ന് ഏഷ്യൻ മാരിടൈം ട്രാൻസ്പറൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 21,783 ഏക്കറോളം പവിഴപ്പുറ്റുകളും ചൈന നശിപ്പിച്ചെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.